കേരള അത്ലറ്റ് ഫിസിക് അലയൻസ് സംഘടിപ്പിച്ച സംസ്ഥാന ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് തൃശൂരിൽ നടന്നു. വിവിധ വിഭാഗങ്ങളിലായി 250ഓളം മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി. തോപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. കേരള അത്ലറ്റ് ഫിസിക് അലയൻസിന്റെ 4ാമത് ചാമ്പ്യൻഷിപ്പാണ് തൃശൂരിൽ നടന്നത്. 14 ജില്ലകളിൽ നിന്നായി 250ഓളം മത്സരാർത്ഥികൾ വിവിധ വിഭാഗങ്ങളിൽ പങ്കെടുത്തു. പതിമൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾ മുതൽ അമ്മമാർ വരെയുള്ളവർക്കായും മത്സരമൊരുക്കിയിരുന്നു. ഫാമിലിന്ന് വരാവുന്ന കുട്ടികൾ, മാതാപിതാക്കൾ, അതുപോലെ ഏജ് ആയ ആളുകൾ, മോംസ്, വുമൻസ്, അങ്ങനെ ഒരു ഫാമിലിയുടെ എല്ലാ ആളുകൾക്കും. ഇപ്പോൾ ഒരു സാധാരണ ബോഡി ബിൽഡിങ്ങിൽ ഒരാൾ മാത്രമേ കുടുംബത്തിൽ നിന്ന് ഉണ്ടാവുള്ളൂ. ഇതൊരു ഫാമിലിയിൽ നിന്ന് തന്നെ വരാവുന്ന രീതിയിലാണ്. ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ സ്ത്രീകൾ വളരെ കുറവായിരിക്കും, കാരണം ഇതൊരു പുരുഷ മേധാവിത്വ ഗെയിമാണ് ശരിക്കും ബോഡി ബിൽഡിംഗ്. ഇന്ന് പക്ഷേ മെൻസിന്റെ അത്ര തന്നെ വുമൻസ് പങ്കെടുക്കുന്ന രീതിയിലാണ് കേരള അത്ലറ്റ് ഫിസിക് ഈ ഫിറ്റ്നസിനെ മാറ്റിക്കൊടുത്തിട്ടുള്ളത്. ഫിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യത്തോടെ ആരോഗ്യ സംരക്ഷണവും ലഹരി വിമുക്ത ജീവിതശൈലിയും ഉയർത്തിപ്പിടിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നിയായിരുന്നു മത്സരങ്ങൾ. ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് യങ്സ്റ്റേഴ്സ് ഇതിലേക്ക് ഡ്രഗ്സിലേക്കെല്ലാം തിരിയുന്നത്. അപ്പോൾ ഇത് അവർ ഈവനിങ് സമയത്ത് ജിമ്മുകളിൽ വന്ന് എൻഗേജ് ആയി കഴിഞ്ഞാൽ അവരുടെ ഹെൽത്തും നന്നാവും, അവർ മറ്റ് മോശമായിട്ടുള്ള വഴികളിലേക്ക് പോവാതെ അവർക്ക് നല്ലൊരു ഹെൽത്തും ഇത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഇത് വളരെ ഞങ്ങൾ ഇതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.